കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് ഹിന്ദി പഠിപ്പിക്കാൻ പോവുകയാണ്. ഹിന്ദിയിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഹിന്ദിക്കാരോടൊക്കെ സംസാരിക്കാൻ ഏറ്റവും അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം സംസാരിക്കേണ്ട കുറച്ച് വാക്കുകളാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാൾ ഹിന്ദിക്കാരനാണെങ്കിൽ അവനോട് എങ്ങനെ സംസാരിക്കുക എന്നൊക്കെയാണ് നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് ഹിന്ദിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ സംസാരിക്കാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് മുഴുവനും കാണാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാണ് രാമു എന്ന് വെച്ചോ. അപ്പോൾ രാമുവിനായിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയുവാണ്. രാമു ഇതറാവോ, അല്ലെങ്കിൽ രാമു മേരെ പാസ്സാവോ എന്ന് പറയണം. രാമു ഇതറാവോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരൂ രാമു. രാമു മേരെ പാസ്സാവോ എന്ന് പറഞ്ഞാൽ രാമു എൻ്റെ അടുത്തേക്ക് വരൂ. അത് തന്നെയാണ് ആ രണ്ട് രീതി നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ രാമുവിനെ വിളിച്ചിട്ട് പറയുവാണ്, രാമു തും ഗാഡി സാഫ് കറോ എന്ന് പറഞ്ഞാൽ രാമു നീ കാറ് വൃത്തിയാക്ക്, അല്ലെ വാഹനം വൃത്തിയാക്ക്. ഇപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, സ്കൂട്ടറാണേലും കാറാണേലും എന്താണേലും നിങ്ങൾക്ക് പറയാം, ബൈക്കാണേലും എന്താണേലും പറയാം. ഗാഡി തും സാഫ് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വൃത്തിയാക്കാനാണ്. അപ്പോൾ അത് രാമുവിന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അടുത്തായിട്ട് ഇപ്പോൾ രാമുവിനോട് പറയുകയാണ് പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇപ്പോൾ പട്ടിയല്ല പൂച്ചക്കാണെങ്കിൽ പൂച്ചക്ക്. ഇപ്പോൾ നിങ്ങൾക്കത് പറയണ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അരെ രാമു തും കുത്തേക്കോ ഖാനാ ദോ അവർ പാനി ബി ദോ, കുത്തേക്കോ പാനി അവർ ഖാനാ ദോ അങ്ങനെയും പറയാം. അപ്പോൾ പട്ടിക്ക് വെള്ളവും ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ബില്ലിക്കാണെങ്കിൽ പൂച്ചക്ക് പറയണത് ബില്ലി എന്നാണ് ഹിന്ദിയിൽ അതുപോലെ പട്ടിക്ക് പറയുന്നത് കുത്ത എന്നാണ്. അപ്പോൾ ബില്ലിക്കോ ഖാനാ അവർ പാനി ദോ എന്ന് പറയാം. എന്ന് വെച്ചാൽ പൂച്ചക്ക് ആഹാരവും അതുപോലെ വെള്ളവും കൊടുക്കുക. അതാണ് ആ പറഞ്ഞപ്പോൾ രാമുവിന് പിടികിട്ടും. അപ്പോൾ നിങ്ങൾ രാമുവിനോട് പറയുവാണ്, രാമു തും ബാസാർ മേ ജാക്കർ കുച്ച് സബ്ജി ഖരീദ് കറാവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്ത് കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വാ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കേൾക്കുന്ന രാമുവിന് മനസ്സിലാവും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പോയി പച്ചക്കറി വാങ്ങിച്ചിട്ട് വരും. ഇനിയിപ്പോൾ പച്ചക്കറിയല്ല, നിങ്ങൾക്ക് കുറച്ച് മീനാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, രാമു തും ബാസാർ മേ ജാക്കർ തോടാ മച്ഛലി ഖരീദ് കറാവോ. മച്ഛലി എന്ന് പറഞ്ഞാൽ മീനെന്നാണ്. സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പം ദുക്കാൻ മേ ജാക്കർ മച്ഛലി ഖരീദ് കറാവോ, അല്ലെങ്കിൽ ബാസാർ മേ ജാക്കർ മച്ഛലി ഖരീദ് കറാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി മീൻ മേടിച്ചിട്ട് വരാനാണ്. അപ്പോൾ അവനത് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾ വീടിനകത്തൊക്കെ മുറിയൊക്കെ വൃത്തികേടായി കിടക്കുകയാണ്. എൻ്റെ മുറി ഇപ്പോൾ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ രാമുവിനോട് പറയുവാണ്, രാമു മേരാ കംര സാഫ് കറോ, എൻ്റെ മുറി ഒന്ന് വൃത്തിയാക്ക് എന്ന് പറയണത് അങ്ങനെയാണ്. മേരാ കംര സാഫ് കറോ രാമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമു ഇപ്പോൾ പോയി മുറി വൃത്തിയാക്കും. അപ്പോൾ നിങ്ങളങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങളിപ്പം രാമുവിനോട് പറയുവാണ്, ഒന്ന് എൻ്റെ കൂട്ടുകാരൻ മനുവിനെ വിളിച്ചിട്ട് ഇന്ന് ജോലിക്ക് വരണ്ട, ഇന്ന് നിനക്ക് ലീവാണ് എന്ന് പറയാൻ വേണ്ടി പറയുകയാണെന്ന് വെച്ചോ. നിങ്ങൾ ഒരു ഓഫീസിലോ ഒരു വലിയ ഉദ്യോഗസ്ഥരാണെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളുടെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന മനുവിനെ വിളിച്ചിട്ട് ഇന്ന് ജോലിയില്ല, നീ ഇന്ന് വരണ്ട, ഇന്ന് ലീവാണ് എന്ന് പറയണം. അതെങ്ങനെ പറയാൻ പറ്റുമെന്ന് ഞാൻ ഹിന്ദി പറഞ്ഞു തരാം. രാമു തും മനു കോ കോൾ കർ ഉസെ ബോൽന ആജ് കാം നഹീ ഹൈ, ആജ് छुट्टी है, ആജ് കാം കെ ലിയെ മത്ത് ആന നഹീ ആന എന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമു നീ മനുവിനെ വിളിച്ചിട്ട് ഇന്ന് ജോലിയില്ല, അവധിയാണെന്ന് പറയണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പിന്നെ നിങ്ങളിപ്പം വീട്ടിലിപ്പോൾ ചെടിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി പറയുകയാണ്. രാമുവിനോട് പറയുകയാണ്, രാമു തും ജാക്കർ പൗധോക്കോ പാനി ഡാലോ, പൗധോക്കോ പാനി ഡാലോ അങ്ങനെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക രാമു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാമുവിനത് മനസ്സിലാവും. രാമു ചെന്ന് ഉടനെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ കുറേശ്ശെ. അങ്ങനെ അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതൊന്ന് കേട്ട് അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണ്. പുറത്ത് പോകുമ്പോൾ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരാൾ മഴയത്ത് നനഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ആളോട് പറയുകയാണ്, അരെ ഭയ്യ മഴ നനയാതെ എൻ്റെ കുടയിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ എങ്ങനെ പറയുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അരെ ഭയ്യ ഇതറാവോ,
आप मेरे छतरी के नीचे आ जाओ, आप बारिश में भीगना मत, नहीं तो आपको बीमार पड़ेगा, इसलिए आप मेरे छतरी के नीचे आओ, मैं आपको छोड़ दूंगा, आपके घर के सामने छोड़ दूंगा. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദര നിങ്ങളിങ്ങോട്ട് വാ, നിങ്ങൾ മഴ നനയണ്ട, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിത്തരാം, എൻ്റെ കുടയുടെ താഴെ വന്ന് നിൽക്കി, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിത്തരാം എന്നാണ് പറഞ്ഞത്. ഞാൻ എവിടെയാണ് ആക്കേണ്ടത് അവിടെ കൊണ്ടാക്കിത്തരാം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അരേ ഭയ്യ ഇതറാവോ, ആപ്പ് ഈ ബാരിഷ് മേ മത് ഭീഗ്ന എന്ന് പറഞ്ഞാൽ, ഭീഗ്ന എന്ന് പറഞ്ഞാൽ മത് ഭീഗ്ന എന്ന് പറഞ്ഞാൽ മഴയത്ത് നനയണ്ട, ആപ്പ് ഇതറാവോ മേരെ ഛത്രിക്ക് നീച്ചെ ആവോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടയുടെ താഴെ വരിക, ആപ്കോ കഹാ ജാനാ ഹെ, എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്, മേ വഹാ ചോട് ദൂങ്ക ആപ്കോ, ഞാൻ നിങ്ങളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നാക്കിത്തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും, അപ്പോൾ നിങ്ങളുടെ കുടയുടെ അടുത്ത് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ആ കൊച്ചിൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടം തോന്നി. അതുപോലത്തെ ഡ്രസ്സ് നിങ്ങളുടെ മോക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മോന് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് പറയുകയാണ്, അരേ ബേട്ടാ ഇതറാവോ, തുമ്നെ ഏ കപ്പട കഹാസെ ഖരീദാ, ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ, തുമ്നെ ഏ കപ്പട കഹാസെ ഖരീദാ, എവിടെ നിന്നാണ് നിങ്ങൾ ഈ ഡ്രസ്സ് മേടിച്ചത് മോനെ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ മോളാണെങ്കിൽ അരേ ബേട്ടി ഇതറാവോ, ഏ കപ്പട തുമ്നെ കഹാസെ ഖരീദാ, കപ്പട എന്ന് പറഞ്ഞാൽ ഉടുപ്പ്, എവിടുന്ന് ഖരീദാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന് വാങ്ങിച്ച്, എവിടുന്ന് വാങ്ങിച്ച് എന്നാണ്. തുമ്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ, മോളെ നീ എവിടുന്നാണ് ഈ ഡ്രസ്സ് വാങ്ങിച്ചത്, അരേ ബേട്ടി തുമ്നെ കപ്പട കഹാസെ ഖരീദാ, അങ്ങനെ ചോദിക്കണം. അപ്പോൾ ആ കുട്ടി നിങ്ങളോട് പറയും ഇന്ന കടയിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആൾ, ഓഫീസിലെ ഒരു താഴ്ന്ന ജോലിക്കാരൻ ഒരു ഹിന്ദിക്കാരനാണെന്ന് വെച്ചോ, അയാൾ ജോലിയൊന്നും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ഭയങ്കര മടി പിടിച്ചാണ് ചെയ്യുന്നത്, ജോലിയിൽ അവൻ കളവ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജോലി ശ്രദ്ധിച്ച് ജോലി ചെയ്യാതെ ഇരിക്കുന്ന പരിപാടിയാണ് അവൻ്റെ പണി. അപ്പം നിങ്ങൾ അവനോട് ഇങ്ങനെ ഹിന്ദി പറയണം, അരേ തും കാം ചോർ ഹോ ക്യാ, കാം ക്യൂ നഹീ കർ രഹാ ഹൈ, मैंने तुम्हें काम दिया था ना वो ठीक से करो എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്താണ് ജോലിയിൽ കള്ളത്തരം കാണിക്കുകയാണോ, ഞാൻ നിനക്ക് ജോലി തന്നായിരുന്നല്ല, അത് ശരിയായിട്ട് ചെയ് എന്നാണ് ആ പറഞ്ഞത്. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ നമുക്ക് ഓരോ രീതിയിൽ പറയേണ്ടതായിട്ട് വരും. അപ്പം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇപ്പം പിയൂണിൻ്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾക്ക് ചായ മേടിച്ചിട്ട് തരുന്ന ആളുടെ അടുത്ത് പറയുവാണ്, അരേ ഭായ് ഇതറാവോ, തും ജാക്കർ മേരെ ലിയേക്ക് ചായ ബനാക്കർ ലേ ആവോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോയിട്ട് ഒരു ചായ ഇട്ട് എനിക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അരേ ഭയ്യ തും ഇതറാവോ മേരെ കോയക്ക് ചായ ദോ എന്നും പറയാം. അങ്ങനെ രണ്ട് രീതിയിൽ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ, രണ്ടാമത് പറഞ്ഞത് ചായ ലേക്കറാവോ എന്ന് പറഞ്ഞാൽ ചായ കൊണ്ടുവരാൻ. അങ്ങനെ രണ്ട് രീതി നമുക്ക് പറയാം. ഉണ്ടാക്കി കൊണ്ടുവരാനാണെങ്കിൽ അങ്ങനെ പറയാം, ബനാക്കർ ലേ ആവോ എന്ന് പറയണം. ബനാക്കർ ലേ ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുവരാനാണ്. അതുപോലെ നിങ്ങളൊരു ഫോൺ ചെയ്യുകയാണ്, ഒരാളെ നിങ്ങളിപ്പോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ അടുത്ത് ചോദിക്കണം, നാളെ നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമോ, നാളെ നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുമോ, എൻ്റെ വീട്ടിൽ വരുമോ എന്ന് ചോദിക്കണം. ഒരു ഹിന്ദിക്കാരനോടാ ചോദിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുവാണ്, ഹലോ ഭായ് തും കൽ കാം നഹീ ഹൈ തോ മേരെ ഘർ ആ സക്താ ഹൈ ക്യാ, അല്ലെങ്കിൽ ഭായ് തും മേരെ ഘർ പേ ആ സക്താ ഹൈ ക്യാ, കൽ മേരെ ഘർ മേ ആ സക്താ ഹൈ ക്യാ എന്ന് ചോദിക്കാം. എന്ന് വെച്ചാൽ നാളെ എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ നാളെ നിനക്ക് ജോലി ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമോ, അങ്ങനെയാണ് ആ ചോദിച്ചത്. അപ്പോൾ ആ ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ആൾ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയും, വരാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കേട്ട് പറയാനും മനസ്സിലാക്കാനും സാധിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ വലിയ ലെങ്ത് ആക്കുന്നില്ല, അത്യാവശ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളൂ. ചോദ്യങ്ങളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാറിൽ പോവുകയാണ്, കാറിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഡ്രൈവറിൻ്റെ അടുത്ത് പറയുകയാണ്, ഇച്ചിരി വേഗത്തിൽ വണ്ടി ഓടിക്കേ, എനിക്ക് എയർപോർട്ടിൽ പോകണം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ എങ്ങനെ പറയും, അരേ ഭയ്യ തോടാ തേജി സേ ഗാഡി ചലാവോ, മേരെ കോ എയർപോർട്ട് മേ ജൽദി ജാനാ ഹൈ എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ സഹോദര നിങ്ങൾ ഇച്ചിരി വേഗത്തിൽ വണ്ടി ഓടിക്കേ, എനിക്ക് എയർപോർട്ടിൽ പോകണം, കുറച്ച് അത്യാവശ്യമുണ്ട് എന്ന് പറയണം.
ജൽദി ജാനാ ഹെ എന്ന് പറഞ്ഞാൽ എളുപ്പം പോകണമെന്നാണ് എയർപോർട്ടിൽ. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അങ്ങനെ തന്നെ പറയാം. അരെ ബായ് തോടാസ ജൽദി ഗാഡി ചലാവോ എന്ന് പറഞ്ഞാൽ തോടാസ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡിൽ, തോടാസ ജൽദി ഇച്ചിരി വേഗത്തിലെ വണ്ടി ഓടിക്ക്, മുझे റെയിൽവേ സ്റ്റേഷൻ ജാനാ ഹെ, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുന്ന ഡ്രൈവർക്ക് മനസ്സിലായി അയാൾ ഇച്ചിരി വേഗത്തിൽ വണ്ടി ഓടിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരനോട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അവനോട് നിങ്ങൾ ചോദിക്കണം, അവൻ ഇന്നലെ അമ്പലത്തിൽ പോയായിരുന്നോ, എനിക്കിന്നലെ വരാൻ പറ്റിയില്ല, അമ്പലത്തിൽ വരാൻ പറ്റിയില്ല, നീ പോയായിരുന്നോ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കും അപ്പം? അരെ ഇപ്പം കൂട്ടുകാരൻ്റെ പേര് രാഹുൽ എന്നോ മനു എന്നോ രാജു എന്നോ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയാം, രാഹുൽ തും കൽ മന്ദിർ ഗയാ താ ക്യാ? मैं कल नहीं आ पाया मंदिर नहीं आ पाया, आ सकता था, मैं नहीं आया, मंदिर नहीं आया. തുമ്നെ ഗയാ താ ക്യാ മന്ദിർ കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് അമ്പലത്തിൽ വരാൻ പറ്റിയില്ല, നീ ഇന്നലെ അമ്പലത്തിൽ പോയായിരുന്നോ? രാഹുൽ തും കൽ മന്ദിർ ആയാ താ ക്യാ എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നോ? എനിക്ക് വരാൻ പറ്റിയില്ല, മേരക്കോ നഹി മേ നഹി ആ പായ എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല, മേ നഹി ആ പായ എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം. അതുപോലെ നിങ്ങൾ ബൈക്കിൽ പോവുകയാണ് കൂട്ടുകാരൻ്റെ കൂടെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദൂരം മാറി ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ വരെ ഒന്ന് പോകണം, കുറച്ച് ദൂരത്തോട്ട് മാറി ഒരു പള്ളിയിൽ പോകണം. അപ്പോൾ ആ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അവനോട് എങ്ങനെ പറയും? ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പള്ളി വേണ്ട, നിങ്ങൾക്ക് ഇപ്പം ഒരു ഹോട്ടലിൽ പോകണമെന്ന് വെച്ചോ, ഹോട്ടൽ മതി, പള്ളി വേണ്ട, ഒരു ഹോട്ടലിൽ പോകണം. അപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ നിങ്ങൾ ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ അവനായിട്ട് നിങ്ങൾ എങ്ങനെ പറയണം ഹോട്ടലിൽ പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അരെ രാഹുൽ തും ഗാഡി ഹോട്ടൽ മുझे होटल ले जा सकता है क्या എന്ന് പറയാം. എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും, മുझे होटल पे लाकर छोड़ सकता है क्या तुम? രാഹുൽ തും മുझे ഹോട്ടൽ छोड़ सकता है क्या എന്ന് ചോദിക്കാം. എന്നെ ഹോട്ടലിൽ വിടുവോ, എന്നെ ഹോട്ടലിൽ ഇറക്കാവോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവനത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചോദിക്കാൻ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ, ഇപ്പം നിങ്ങൾ വീട്ടിലുള്ള ഒരു കൊച്ചുകുട്ടി, ഇപ്പം നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടൊരു കുട്ടി വന്നിട്ടുണ്ട്, അവനൊരു ഹിന്ദിക്കാരനാണെന്ന് വെച്ചോ. അപ്പോൾ അവൻ്റെ അടുത്ത് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് അവനോട് ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, നിനക്ക് വിശക്കുന്നില്ല എന്ന് എങ്ങനെ ചോദിക്കും? അരെ ബേട്ടാ തുമേ ഭൂക്ക് നഹീ ലഗ്താ ക്യാ? ഖാനാ ക്യൂ നഹീ ഖാ രഹാ ഹൈ തും? ജാക്കർ ഖാനാ ഖാ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ നിനക്ക് വിശക്കുന്നില്ല, നീ എന്താണ് ഇത്ര നേരമായിട്ട് ഭക്ഷണം കഴിക്കാത്തത്, പോയി ഭക്ഷണം കഴിക്കേ. ഭൂക്ക് നഹീ ലഗ്താ ക്യാ തുമേ എന്ന് പറഞ്ഞാൽ നിനക്ക് വിശക്കുന്നില്ല എന്നാണ്. ഭൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നില്ല എന്നാണ് കേട്ടോ. അതുപോലെ അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ചേച്ചിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ആരെങ്കിലും ചോദിക്കുകയാണ്, ഏസേ ഉസേ സെബർദസ്തി സെ ഗാന മത് കിലാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെബർദസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിച്ച് അവനെ ആഹാരം കഴിപ്പിക്കേണ്ട എന്ന് നിങ്ങളുടെ അമ്മ പറയുക അല്ലെങ്കിൽ ചേച്ചി പറയുക ആണെങ്കിൽ അങ്ങനെ പറയും, ഉസേ സെബർദസ്തി സെ ഗാന മത് ഗിലാവോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോ സാഹചര്യങ്ങളിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഹിന്ദി സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു കുട്ടിയുടെ അടുത്ത് പറയുവാണ്, അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഡെയിലി ഓരോ കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ അത് വഴക്കുണ്ടാക്കാൻ പാടില്ല, ഇനി നാളെ തൊട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നീ മര്യാദയ്ക്ക് ഇരിക്കണം, നിന്നെക്കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റ് ടീച്ചർമാർ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്ന് നിങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് എങ്ങനെ പറയും? അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് ശ്രദ്ധയോടെ കേട്ടോ. तुम स्कूल जाकर झगड़ा मत करो, स्कूल में तुम बहुत लड़ाई करते हैं, ऐसा तुम्हारा टीचर ने बोला, आज से ऐसा मत करना എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ സ്കൂളിൽ ടീച്ചർമാർ പറഞ്ഞ് നീ സ്കൂളിൽ ചെന്ന് വഴക്കും ബഹളവും ഉണ്ടാക്കുമെന്ന്, ഇനി തൊട്ട് അങ്ങനെ ചെയ്യരുതും, നാളെ തൊട്ട് അങ്ങനെ ചെയ്യരുതും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ എന്തൊക്കെ പറയാമെന്ന്.
ഇതിപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഹിന്ദി ഓരോ ദിവസങ്ങളിലും മെച്ചപ്പെടുത്തി പോകാം, പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്ലാസ് കറക്റ്റായിട്ട് കേൾക്കുക, ശരിയായ രീതിയിൽ മുഴുവനായിട്ട് ഹിന്ദി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വേറെ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഹിന്ദിയിൽ തന്നെ കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം, അത്യാവശ്യം വേണ്ട. അതിൻ്റെ മലയാളം പറഞ്ഞുതരാം, അത് ശ്രദ്ധയോടെ കേൾക്കുക. സെബർദസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിച്ച്. തരീക്ക, തുമാരാ തരീക്ക ടേക്ക് നഹി ഹൈ. തരീക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്യുന്ന ഈ കാര്യം ശരിയല്ലെന്ന്. അതുപോലെ ഝഗടാകരണ. ഝഗട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാണ്. അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യമാണ്, അത് ഞാൻ വീണ്ടും പറയുകയാണ്. ഝഗടാകരണ എന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കുക. അതുപോലെ സെബർദസ്തി. സെബർദസ്തി എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച്. സെബർദസ്തി നമ്മൾ ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതിനാണ് സെബർദസ്തി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യിപ്പിക്കരുതെന്ന് പറയുന്നത് സെബർദസ്തി നഹി കർന, അങ്ങനെ പറയാം. അതുപോലെ ഭരോസ. ഭരോസ എന്ന് പറഞ്ഞാൽ വിശ്വാസം. വിശ്വാസം എന്നാണ്. പിന്നെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തജുർബ. തജുർബ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഇതിന് പറയുന്നത് തജുർബയ്ക്ക് മലയാളത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ പരിചയം, അതിൽ ഉള്ള പരിചയം. ഇപ്പം നമുക്ക് വർഷങ്ങളായിട്ടൊരു സ്ഥലത്ത് ജോലി ചെയ്ത് പരിചയം ഉണ്ടെന്ന് പറയുന്നത് മുझे 3 साल वो कंपनी में काम करने का तजुर्बा था എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എനിക്ക് 3 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് തജുർബ എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര വർഷം അവിടെ ഒരു 2 വർഷം ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ मेरे घर में रामू को 2 साल का तजुर्बा है, मेरे घर में काम करने का तजुर्बा है എന്ന് വെച്ചാൽ രാമുവിന് എൻ്റെ വീട്ടിൽ 2 വർഷം ജോലി ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുടിവെട്ട് കടയിൽ പോവുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മുടിവെട്ട് കടയിൽ ചെല്ലുമ്പോൾ മുടിവെട്ടുകാരനോട് സംസാരിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങളുടെ മുടി വെട്ടാൻ പറയണമെങ്കിൽ അരെ ഭയ്യ ആപ് മേരാ ബാൽ കാട്ട് കർ അച്ചേസെ ബാൽ കാട്ടണ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ മുടി നന്നായിട്ട് വെട്ടാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മുടി മുട്ട അടിക്കണമെന്ന് അങ്ങനെ പറയും. അരെ ഭയ്യ മേരാ ബാൽ ടകലേക്കറോ എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിങ്ങളുടെ മുടി മുട്ടയടിക്കും. ടക്കല എന്ന് പറഞ്ഞാൽ മുട്ട അടിക്കാനാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാവും, അങ്ങനെ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് താടിയും കൂടെ ഒന്ന് ഷേവ് ഒന്ന് കളയണമെങ്കിൽ മേരാ ദാടി ബി നിക്കാൽ ദോ വയ്യ എന്ന് പറയണം. ദാടി ബി നിക്കാൽ ദോ എന്ന് പറഞ്ഞാൽ എൻ്റെ താടി എടുത്ത് കളയാനാണ്. അപ്പോൾ അത് അവർ ഷേവ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുറത്തുനിന്ന് വന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഒരു ഹിന്ദിക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനാണെങ്കിൽ അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ നിങ്ങൾ അവനോട് ഒരുപാട് ടൈമായല്ലോ നീ ഉറങ്ങാൻ തുടങ്ങിയിട്ട്, എന്താണ് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാമെന്ന് ഞാൻ പറയാം. അഭി തക് തും സോ രഹാ ഹൈ ക്യാ, ഇത്രേ നീന്ത് തുമേ ക്യൂ ആത്താ ഹൈ, ഇത്രേ ദേർ തൂ ക്യൂ സോത്താ ഹൈ, ജൽദി ഉഠ് ജാओ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇത്രയും നേരം നീ എന്തിനാണ് ഉറങ്ങുന്നത്, തും ഇത്രേ ദേർ ക്യൂ സോ രഹാ ഹെ അല്ലെങ്കിൽ ക്യൂ സോത്തേ ഹെ എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് ഇത്രയും നേരം ഉറങ്ങുന്നത്, അല്ലെങ്കിൽ നീ ഇത്രയും നേരം എന്താണ് കിടക്കുന്നത്, ഇത്രയും ഉറക്കം എന്താണ് നിനക്ക്, നീന്തിത്തിനെ ക്യൂ ആത്തേ തുമേ, എന്താ ഇത്രയും ഉറക്കം വരുന്നത് നിനക്ക്, എഴുന്നേക്ക്, ഉഡ്ജാവോ. എഴുന്നേക്ക് ഞാൻ പറയുന്നത് നീന്ത്സെ ഉഡ്ജാവോ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ ആൾക്കാരോട് സംസാരിക്കാൻ ഓരോ ടൈമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി എളുപ്പത്തിൽ സംസാരിക്കാൻ സാധിക്കും. ഹിന്ദി പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിനെ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ പഠിക്കുക, അല്ല ടെൻഷനും പേടി വിചാരിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. അപ്പം
അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളൊക്കെ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞോളൂ. ഇനി അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് പഠിപ്പിക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ഒന്നും മനസ്സിലാകാത്ത ഒരു അവസ്ഥ വരും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ കാണാതെ പോകും. അതുകൊണ്ട് കുറേശ്ശെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വീഡിയോ കൂടുതൽ എന്താക്കി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കത്തില്ലല്ലോ. പതുക്കെ എന്ത് കാര്യവും പഠിക്കാനൊക്കത്തുള്ളൂ. പതുക്കെ നമ്മൾ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കൺഫ്യൂഷനാകും, പിന്നെ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ഹിന്ദി ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബിന് നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ എത്തിക്കണമെന്ന്. അതുകൊണ്ട് ലൈക്ക് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരാ. ടാറ്റ.